ഒരു പ്രാവശ്യമെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്യണം. പക്ഷേ ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 25 പേരുണ്ടല്ലോ, അവരുടെ ലെക്കാണ് ഇവിടെ വരാൻ പറ്റുന്നതും ഇവിടെ നിൽക്കാൻ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും ഒരാഴ്ച നിൽക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം. കാരണം ജീവിതം എന്താണെന്ന് പഠിക്കും. ശരിക്കും നമ്മൾ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും ഫാമിലിയുടെ ഒക്കെ അല്ലേ, നമ്മൾ വഴക്കുണ്ടാക്കിയാലും നമുക്ക് ഇറങ്ങി ഓടാനും ആരെങ്കിലും മോളെ എന്തെങ്കിലും ചേട്ടന് ഞം ഞം തിന്നാനായി എന്റെയിലൊന്നുമില്ല. എന്തെങ്കിലും താമോളെ എന്റെയിലൊന്നുമില്ല എന്ന് പറഞ്ഞില്ലേ, നീയൊക്കെ പോയിക്കൂടെ? എന്തെങ്കിലും തരില്ലേ? ഇല്ല. അപ്പൊ തരില്ല? ഇല്ല. തരില്ല. എന്താ തന്റെ സ്വരം മാറിയത്? ഇന്നലെ ഇതമാരി ഒരു കുട്ടി പൈസ വെച്ചപ്പോ തരാതിരുന്നപ്പോ ഞാൻ ഈ തോർത്ത് കൊണ്ടോണ്ടൊരു വേല കെട്ടി. അത് ചിലപ്പോൾ ഞാനിവിടെ കാണിക്കേണ്ടി വരും. ഇന്നാ ഇന്നലെ ആ കുട്ടി കാശ് തരാതിരുന്നപ്പോ തോർത്തുകൊണ്ട് എന്താ കാട്ടി? കഴുത്ത് നിരിച്ചു കൊന്നോ? ഈ തോർത്തോണ്ട് ഞാൻ എന്ത് ചെയ്തെന്നോ? ഞാൻ ഈ തോർത്തെടുത്ത് എന്റെ അരയിൽ മുറുക്കി കെട്ടി ഞാൻ ഇന്നലെ പട്ടിണി കിടന്നു. അല്ലാണ്ട് ഞാനെന്ത് ചെയ്യാലാ? നമുക്ക് കൂടെ എല്ലാവരും ഉണ്ട്. പക്ഷേ ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമുക്ക് ആരുമില്ല, എല്ലാവരും ഗെയിം കളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാ. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് കാണിക്കുന്ന സ്നേഹം നമുക്ക് അതും നമുക്ക് വിശ്വസിക്കാൻ അതെ വിശ്വസിക്കാൻ എന്താണ് ഇവരിങ്ങനെ സ്നേഹം എന്നാലും നമ്മൾ വിശ്വസിച്ച് പോകുന്ന നിമിഷങ്ങളുണ്ട്. എന്നാലും എന്താ പറയണ്ടേ, ശരിക്കും എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ജീവിതം ഞാൻ ഒന്നും കൂടെ പഠിച്ചു, നന്നായിട്ട് പഠിച്ചു ഇവിടെ വന്നതിന് ശേഷം. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ എന്താ അതൊരു നഷ്ടമായി പോയി തീർച്ചയായിട്ടും. അതെ നഷ്ടം. கையில கிடைச்சது போச்சு, பாக்கெட்ல இருந்தும் போச்சு. இன்னொரு ஐடியா இருக்கு. தேவைப்பட்ட டைம்ல இன்டெலிஜென்ஸ் ஒர்க் பண்ண மாட்டேன். என்ன தலையுது? ஐயோ யார் நீ? உன்ன அப்பா. அப்பாவா? அப்பா இத்தனை நாள் எங்க போயிருந்தப்பா? ഇത്ര നാൾ ഉന്ന അമ്മ കൂടെ വിളയാട്ടക്ക് പോയാച്ച്. நல்ல விளையாடியாச்சா? തന്നെക്കാളും വലിയ തരികട ഞാൻ. பார்த்தா தெரியாது. ആ മലയാളിയിലടോ. അതെ, നാട് കളിക്കവിള. പേര് ശോഭരാജ്. കത്തി മാറ്റ. ശോഭാരാജ്. തനിക്ക് പറ്റിയ പേര് തന്നെ. എന്നെ കാശ് എടുക്കണോ? കാശ് ചെലവായി പോയി.